ഇന്ന് ദൃശ്യങ്ങൾ പുറത്തുവന്ന റെസ്റ്റോറന്റിന്റെ ഉടമ KP ഔസേപ്പ്, ലീഗ് പ്രതിനിധി PK നവാസ്, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, റിട്ടയർഡ് SP സുഭാഷ് ബാബു എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം റെജി ലൂക്കോസിലേക്ക്. റെജി ലൂക്കോസ്, ഇപ്പോൾ ഒരു വിഷയം ആദ്യം പുറത്തേക്ക് വരുന്നു, അതിന് പിന്നാലെ തുടരെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ എന്ന് ഇപ്പോഴും വിളിക്കാവുന്ന അവസ്ഥയിലാണ്. 100% ഒരു സംശയമില്ല. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾ ഈ രീതിയിൽ നിയമം കയ്യിലെടുത്ത് സാധാരണക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനെല്ലാം മർദ്ദകരുടെ താവളമാണെന്നൊക്കെ വർണ്ണിക്കുന്നത് വളരെ മോശമാണ്. രാജ്യത്തിന് തന്നെ മാതൃകയായ കേരള പോലീസിനെ തെറ്റുകൾ കണ്ടെത്തി ശിക്ഷിക്കാനായിട്ട് ഒരു മടിയും കൽപ്പിക്കാത്തൊരു സർക്കാരാണ്. 108 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 2 DSPമാർ ഉൾപ്പെടെയുള്ളവരെ പിരിച്ചുവിട്ടൊരു സർക്കാർ, 202 പേരെ പിരിച്ചുവിടലിൻ്റെ നോട്ടീസ് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്. ഇപ്പോൾ തന്നെ ഈ പീച്ചിന്ന് വന്ന സംഭവവാസങ്ങൾ രാവിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് നേരെ തിരിഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന് ഹോട്ടലുടമ ഈ ചർച്ചയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം രാവിലെ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ആരും അദ്ദേഹത്തിന് ഉപദ്രവിച്ചിട്ടില്ല, അദ്ദേഹത്തിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ഞങ്ങളുടെ ജോലിക്കാർ ഞാനോ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ ചെറുപ്പക്കാരൻ, നമ്മുടെ പാലക്കാട് പട്ടാഴ സ്വദേശിയായ യുവാവ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കരുതാ, അയാൾ പറഞ്ഞു, അയാൾ ഉടനെ മാധ്യമങ്ങൾ കൊടുത്തു ഇയാളെ ഈ ഹോട്ടലിൽ വെളിയിൽ വെച്ച് ഈ ഹോട്ടലിൽ ജീവനക്കാർ തല്ലി മർദ്ദിച്ച് അവശനാക്കുന്നത്. അയാൾ പോലീസിൽ അഭയം പ്രാപിച്ചു. രതീഷ് എന്ന് പറയുന്ന SI ആ മനുഷ്യന് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനൊരു പ്രവർത്തിച്ചു. അപ്പോൾ തന്റെ ഭാഗത്തും തന്റെ മക്കളുടെ തങ്ങൾ ചെയ്ത് ശരിയല്ലാണോ നീതി നടപ്പാക്കൽ? താങ്കൾ ഈ പറയുന്ന റെസ്റ്റോറന്റ് ഉടമ ഇപ്പോൾ ചർച്ചയുള്ളൂ. റെസ്റ്റോറന്റ് ഉടമയും പരാതിക്കാരനും തമ്മിലുള്ള കേസിലെ ന്യായങ്ങളല്ല നമ്മുടെ ചർച്ച. അതിൽ പല വിഷയങ്ങളും ഉണ്ടാകാം. ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ പുറത്ത് ഇരുകൂട്ടരും തമ്മിൽ കയ്യേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്, ഉന്തും തള്ളും അടിയും കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് കാണാം. ആ ദൃശ്യങ്ങളുടെ ന്യായങ്ങളിലേക്കാണോ പോകുന്നത്? പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പോലീസ് മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളെക്കുറിച്ചാണോ പറയേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ക്രിമിനലായ ഒരു ചെറിയ പെർസെൻറ്റേജ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 12% കേരളത്തിൽ 6%, ഇപ്പോൾ 4% കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഡേറ്റയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഡേറ്റയാണ്. ഇതിൽ ചെറിയൊരു സംഘം ക്രിമിനൽസ് ഉണ്ടില്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ലോകവ്യാപകമായിട്ടുണ്ട്. എത്ര നീതിവാന്മാരായിട്ടുള്ള പോലീസ് നടക്കുന്നിടത്ത് ഇതുകൊണ്ട്. ഞാൻ ഒരു വിദേശ രാജ്യം ജീവിച്ച ഒരാളാണ്, US അവിടെ ജോർജ് ലോയിഡിനെ കൊന്ന കഥ നിങ്ങൾക്കറിയത്തില്ല. അമേരിക്ക മനുഷ്യാവകാശത്തിനും ജനാധിപത്യത്തിനും ഏറ്റവും വില കൽപ്പിക്കുന്ന മനുഷ്യരോട് ഇത്രയും മനോഹരമായിട്ട് ഇടപെടുന്ന ഒരു പോലീസ് സേന ഭൂരിപക്ഷം വേൾഡിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന പേരില്ല. ശ്രീ റെജി ലൂക്കോസ്, ജനമൈത്രി എന്നത് എന്തുദ്ദേശിച്ചിട്ടാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ? ഇവിടെ കോടിയേരിയുടെ കാലത്താണല്ലോ, കോടിയേരി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് സ്റ്റേഷനുകളെ ജനമൈത്രി എന്ന് വിളിക്കുന്നു? ആർക്കും ഏതു നേരവും പരാതി പറയാൻ ഭയപ്പാടില്ലാതെ പോകാവുന്ന ഇടമായിരിക്കണം. ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് നീതി നടപ്പാക്കുന്ന, അവരോട് നന്നായി സംസാരിക്കുന്ന ഒരു ഇടമായിരിക്കും എന്നായിരുന്നല്ലോ സങ്കല്പം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല സ്മൃതി, അത് വളരെ കൃത്യമായ ചോദ്യമാണ്. അതിലെന്തെങ്കിലും വീഴ്ച ഏതെങ്കിലും സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾക്കറിയാവോ, 2006 പോകുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ അതിലെ ന്യായങ്ങളിലേക്ക് അങ്ങ് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങേക്ക് താരതമ്യം ചെയ്യുമ്പോൾ അത് UDFന്റെ സർക്കാരിന്റെ കാലത്ത് അന്ന് അടികൊണ്ട ആളും കൂടി ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയാം. 2012 കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. നമ്മൾ 2023 ചർച്ച ചെയ്യുന്നത്. 2 തവണ ഭരണം കിട്ടിയ സർക്കാരാണല്ലോ ഇവിടെ തുടരുന്നത്. 2 തവണയും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണല്ലോ. അപ്പോൾ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നത് എങ്ങനെയാണ് ശ്രീ റെജി ലൂക്കോസ്? ദൃശ്യങ്ങൾ പുറത്തു തരാൻ തയ്യാറായിരുന്നില്ല പോലീസ് സ്റ്റേഷനുകൾക്കകത്ത് CCTV വെക്കാൻ എന്തുകൊണ്ടാണ് നിർദ്ദേശിച്ചത്? അതിനകത്തൊരു സുതാര്യത വേണം, അവിടെ നടക്കുന്ന ജനം കാണണം എന്നുള്ളതുകൊണ്ടാണല്ലോ. ആ ദൃശ്യങ്ങൾ എങ്ങനെ കിട്ടി? കോടതിയിൽ പോയ ശേഷമാണ് കിട്ടിയത്. സുജിത്തിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? കോടതി പറഞ്ഞതുകൊണ്ടാണ് കണ്ടത്. അത് കൊടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അല്ല, ബഹുമാനപ്പെട്ട സ്മൃതി, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ആ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടണമെന്ന്, അവർക്ക് നീതിപൂർവമായിട്ടുള്ള എന്താ പറയുക നിലപാട് ആ സുജിത്തിന് ലഭിക്കണമെന്നും അയാളുടെ രാഷ്ട്രീയം എന്താണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം തന്നെ ഒരു നിലപാടെടുത്ത ആളാണ് ഞങ്ങളെപ്പോലുള്ളവർ. ഞാൻ പ്രത്യേകിച്ച് അത് തുറന്ന് സംസാരിച്ചില്ല. അതിന് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സുജിത്തിന് മർദ്ദനമേറ്റ വിവരം അന്ന് തന്നെ ചർച്ചയാവുകയും അന്ന് പ്രതിഷേധമുയരുകയും ഒക്കെ ചെയ്തതാണ്.
ആ സമയത്ത് എന്താണ് ചെയ്തത്? ഈ SI അടക്കം പോലീസുകാർക്ക് വിവിധ സ്റ്റേഷനുകളിൽ, തൃശ്ശൂരിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റം അതാണ് കൊടുത്തത്. എന്ത് നടപടിയാണ്? പിരിച്ചുവിടണമെന്നുള്ള താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു. ഇതിന്മേൽ എന്ത് നടപടിയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? എന്ത് തരത്തിലുള്ള ഇച്ഛാശക്തിയാണ് ഇക്കാര്യത്തിലുള്ളത്? സ്മൃതി പറയുന്ന രീതിയിൽ ഒരു മറുപടി ഞാൻ പറയാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കണ്ടുകൊണ്ടല്ലേ ഞാൻ വാ തുറക്കുമ്പോൾ സ്മൃതി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താ, 2023 നടന്ന സംഭവം മാത്രമേ കേരളത്തിൽ പോലീസിൻ്റെതായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നത്? 2012 SFIയുടെ ഒരു ചെറുപ്പക്കാരനെ, 19 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഒരു കാരണമില്ലാതെ കണ്ട് പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട് അടിച്ച പയ്യന്റെ ജീവിതം തന്നെ തുലച്ച ഒരു SI ഉണ്ടായിരുന്നു. അയാളെ അത് UDF ഭരിക്കുമ്പോഴാണ്. അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളെക്കുറിച്ച് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അത് കേരളത്തിൽ വിഷ്വൽ അറിയാവുന്ന കാര്യമല്ലേ? ഇവിടെ പിണറായി സർക്കാരിന്റെ കാലത്താണല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ മേൽസ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ പഴയ സർക്കാരിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ രണ്ട് തവണയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് മുൻപുള്ള സർക്കാരിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷേ ആ SFI പ്രവർത്തകൻ ആ പോസ്റ്റ് ഇട്ടത് പോലും ഈ തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ചർച്ചയിൽ ഒരു CPM പ്രതിനിധി ഇല്ല എന്നങ്ങ് കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തത്? ഇത്രയും സംഭവങ്ങൾ പുറത്തു വന്നിട്ടും കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. എന്താണ് പ്രതികരിക്കാത്തത്? ഇല്ല, ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹം രാവിലെ വൈകുന്നേരം വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു അക്ഷരം പോലും മിണ്ടാത്ത ചില ഭരണാധികാരികൾ ഇന്ത്യയിലുണ്ടല്ലോ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു ആഭ്യന്തരമന്ത്രി തെറ്റ് ചെയ്തവർക്കെതിരെ ശിക്ഷ നൽകാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം വാതിറക്കുന്നതല്ലേ, എന്താ പ്രവർത്തിക്കുന്നുള്ളതാണോ? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്താണ് പ്രവർത്തിക്കുന്നത്? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ തന്നെ ആ 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ശരിയാണ്, ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അന്ന് വിഷ്വലില്ല നേരിട്ട് കണ്ടിട്ടും CCTV കണ്ടിട്ടും അയാളെ സംരക്ഷിച്ചു എന്നുള്ള വസ്തുതയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അത് അവരെ ഇപ്പൊ സസ്പെൻഷനിലേക്ക് കടത്തിയിരിക്കുന്നു. അവരെ പിരിച്ചുവിടാനുള്ള നിയമോപദേശം DGP കിട്ടിയിരിക്കുന്നു. അത് അല്ലത് അതാ ഞാൻ പറഞ്ഞ സ്മൃതി സംസാരിക്കാൻ സമ്മതിക്കാതെ അവരെ ഇപ്പൊ ഫോർ ദി ടൈം ബീങ് അതാണ് അതിന് ചില നടപടിക്രമങ്ങളില്ലേ. 108 ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് പിരിച്ചുവിട്ടത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? 21 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ലേ? ലോക്കപ്പിനുള്ളിൽ ഏതെങ്കിലും ഒരു പോലീസുകാരനെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? 108 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടൊരു സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ മിണ്ടാതിരിപ്പിക്കുന്ന എങ്ങനെയാ? അത് ന്യായമാണോ? ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ഈ 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും. അതിന് ചില നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ സർക്കാർ അറിഞ്ഞു. അത് ചില ഉദ്യോഗസ്ഥന്മാർ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ട് ചെയ്തതിനെ ആ താൽക്കാലികമായിട്ടാണെങ്കിലും ആ രീതിയിലുള്ള നടപടി സ്വീകരിച്ചതിനെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവരെ പിരിച്ചുവിടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനെന്നാ ചർച്ചയെ പറഞ്ഞല്ലോ, സർക്കാർ ഈ ഗവൺമെന്റ് അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് ഉറപ്പാണ്. കാരണം അതിന് ആ നീതിബോധമുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഈ 9 വർഷത്തെ കഥകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിക്കരുത്. കോടിയേരി ബാലകൃഷ്ണന്റെ ആ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഒരു വാചകം പറയാൻ എന്നെ സമ്മതിക്കണം. നിങ്ങൾക്കറിയോ 2006 മുമ്പ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റത്തില്ല, കയറിയാൽ തന്നെ നിൽക്കണം. അത് ഈ ബഹുമാനപ്പെട്ട കോടിയേരിയ വന്ന് റിസപ്ഷൻ ഉണ്ടാക്കി ആൾക്കാർക്ക് റിസീവ് ചെയ്യാനായിട്ട് അവരെ ഇരുത്താനായിട്ട് കസേരകളുണ്ടാക്കി. ഇതൊക്കെ നിങ്ങൾ ഏത് സ്റ്റേഷനിലും വരും. അവിടെയും പിന്നെന്താ പറയുക, മോശമായി പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായി സമ്മതിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാജ്യത്തെ ശരാശരി 12ൽ നിന്ന് 4ലേക്ക് കുറച്ചൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. തെറ്റുകൾ വരാത്തൊരു സർക്കാരിനെ നിങ്ങൾക്ക് ലോകത്തിലെവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? പരിഷ്കൃത ലോകത്തിൽ ഡെവലപ്ഡ് കൺട്രീസിൽ പോലും പോലീസുകാരുടെ ഭാഗത്ത് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ താരതമ്യേന കുറവാണ്. പക്ഷേ കുറ്റം ചെയ്യുന്ന ക്രിമിനൽസായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം. ഒരു തർക്കമില്ല കാര്യത്തിൽ. അത് പിരിച്ചുവിടുന്ന ചരിത്രം ഈ കേരളത്തിലെ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ റെജു ലൂക്കോസ്, അങ്ങിപ്പോൾ 2012 കഥ പറയുമ്പോൾ CPM ലോക്കൽ സെക്രട്ടറി തന്നെയുടെ പരാതി ഇപ്പോൾ പോലീസുകാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് സ്വന്തം അനുഭവം, പരാതി നൽകാൻ പോയപ്പോൾ മർദ്ദനമുണ്ടായതിനെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൂടി ഇപ്പോൾ ഈ കാലത്ത് നടന്നിരിക്കുന്ന കാര്യമാണ്.